മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടിയും അവതാരികയും ഗായികയുമാണ് റിമി ടോമി. റിമി ടോമിയെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും. താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ്. സ്റ്റേജ് ഷോകളിൽ നിന്നും റിമി ടോമി പിന്നണി ഗാനരംഗത്തേക്ക് എത്തുകയായിരുന്നു. പിന്നീട് അഭിനയത്തിലും മോഡലിംഗിലും താരം സജീവം തന്നെയായിരുന്നു. നിരവധി ഷോകളിലാണ് താരം അവതാരികയായിട്ടും ജഡ്ജായിട്ടും എത്താറുള്ളത്. അങ്ങനെയൊക്കെ തന്നെയും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ നടിയും അവതാരികയും ഗായികയുമാണ് റിമി ടോമി. ഇടയ്ക്കിടെ മേക്ക് ഓവർ ചെയ്യാറുള്ള നടി കൂടെയാണ് റിമി ടോമി. താരത്തിന്റെ മേക്ക് ഓവർ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വണ്ണം കുറച്ച് റിമി നടത്തിയ ട്രാൻസ്ഫർമേഷൻ പലർക്കും ഇന്നൊരു അത്ഭുതവും പ്രചോദനവുമാണ്. താരത്തിന്റെ ഫിറ്റ്നസ് വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലും വൈറലാണ്. റിമി തന്റെ വർക്കൗട്ട് വീഡിയോകളും ഡയറ്റ് വീഡിയോസുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. അതിനൊക്കെ തന്നെയും നിരവധി പ്രേക്ഷക പ്രീതിയാണ് നേടാറുള്ളത്. ഇപ്പോൾ ഇതാ തനിക്ക് പറ്റിയ ഒരു കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് റിമി ടോമി. റിമി ടോമിയുടെ വാക്കുകൾ എങ്ങനെ: പണ്ടൊക്കെ ഞാൻ നല്ല സ്ലിം ആയിരുന്നു. പിന്നീട് ഒരുപാട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതോടെ എൻ്റെ ആരോഗ്യത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ ഞാൻ വണ്ണം വെച്ചു. അതെനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാൻ തുടങ്ങി. സ്റ്റേജ് ഷോകളിലൊക്കെ പോകുമ്പോൾ പാട്ടുകളെല്ലാം പാടുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടാറുള്ളത് പോലെയായി. സാരിയെല്ലാം ഉടുക്കുമ്പോൾ ബെൽറ്റ് ധരിക്കേണ്ട ഒരു അവസ്ഥയും വന്നു. ആ ബെൽറ്റ് മുറുകി പലതരത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ വളരെയധികം സന്തോഷവതിയാണ്. ഇപ്പോൾ എൻ്റെ ബോഡിയിലും ആരോഗ്യത്തിലും ഞാൻ ഓക്കെയാണ്. ഒരിക്കലും ഞാനൊരു ബ്യൂട്ടി കോൺഷ്യസ് മാത്രം ആയിട്ടല്ല, അതിന് പകരം ആരോഗ്യമുള്ള ഒരു ശരീരത്തിനും ആരോഗ്യമുള്ള ഒരു മനസ്സിനും ഉടമയാകാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ അക്കാര്യത്തിലൊക്കെ തന്നെയും വളരെയധികം സന്തോഷവതിയാണ്. 2018 മുതൽ ഞാൻ ജിമ്മിൽ പോകാറുണ്ട്. ജിമ്മിൽ പോകാത്ത ഓരോ ദിവസവും എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. ജിമ്മിൽ പോകുമ്പോഴാണ് ഞാൻ അധികവും സന്തോഷിക്കാറുള്ളത്. അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് വർക്കൗട്ടും ഡയറ്റുമെല്ലാം. ഇതിനോടൊപ്പം തന്നെ റിമി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. റിമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. റിമിക്കിപ്പോൾ മൈക്ക് പോലും ഒന്ന് പിടിക്കാൻ സാധിക്കുന്നില്ല. ജിമ്മിൽ പോയിട്ട് ധാരാളം വെയിറ്റ് എടുത്തിട്ടാണ് റിമിയുടെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ അതല്ല സത്യാവസ്ഥ. റിമി ടോമിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന 2 മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. ഒരാളെ എടുത്തു പൊക്കിയതിന് ശേഷം മറ്റൊരാളെ എടുക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ആ സമയത്ത് റിമിയുടെ കഴുത്തൊന്നുളുക്കി. പിന്നെ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. കഴുത്തുളുക്കൽ ഭേദമാകുന്നതിന് മുമ്പ് തന്നെ റിമി ആ കഴുത്തും വെച്ച് വർക്കൗട്ട് ചെയ്യാനും തുടങ്ങി. അത് തന്നെ പ്രതികൂലമായി ബാധിച്ചു. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാക്കി. ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് എന്നും റിമി ടോമി വ്യക്തമാക്കി. നിരവധി പേരാണ് താരത്തിന്റെ അസുഖങ്ങൾ പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്.